അതെ, ഇവിടെ ജർമ്മനിയിൽ നമ്മൾ ആദ്യം വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് കേട്ടോ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇവിടെ അക്കോമഡേഷൻ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ജർമ്മനിയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം കേട്ടോ. ഇത് നിങ്ങൾക്കുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ വേഗെ, ക്ലൈനൻ സൈഗൻ തുടങ്ങിയ ആപ്പുകൾ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കും കേട്ടോ. ഇവിടെ 2 തരത്തിലുള്ള അക്കോമഡേഷൻ നമുക്കൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ കിട്ടും. ഒന്ന് യൂണിവേഴ്സിറ്റി ഡോമുകളും പിന്നെ ഒന്ന് പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റുകളും. ഈ വേഗെ, ക്ലൈനൻ സൈഗൻ തുടങ്ങിയ ആപ്പുകൾ വഴി നമുക്ക് പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ കണ്ടുപിടിക്കാം. ഇവിടുത്തെ സ്റ്റുഡൻറ് റൂമുകൾ പൊതുവെ ബാക്കിയുള്ള റൂമുകളെ അപേക്ഷിച്ച് വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റി അപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പോലും വേണ്ടി വരാ. ഞാനിവിടെ ജർമ്മനിയിൽ ഫസ്റ്റ് വന്നപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ് ഹോമിലായിരുന്നു കേട്ടോ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഒരു സീനിയർ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ എനിക്ക് 215 യൂറോയ്ക്ക് എനിക്ക് ബാത്റൂമും കിച്ചണും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ റൂം എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. അതും അതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ഇനി കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു അതിനകത്ത്. പിന്നെ എനിക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഒന്നും ആവശ്യമേ വന്നില്ല. പക്ഷേ ഇവിടുത്തെ സ്റ്റുഡൻറ് ഹോമുകളിലൊക്കെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊടുക്കേണ്ടി വരും. ചിലതിൽ അത് ആവശ്യമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ് ഡോമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാൽ പോലും പൊതുവെ ബാക്കിയുള്ള റൂമുകളെയും അപ്പാർട്ട്മെൻറ്റുകളെയും അപേക്ഷിച്ച് സ്റ്റുഡൻറ് ഡോമുകൾക്ക് ചീപ്പ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് എപ്പോഴും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഡോമുകൾ തന്നെയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ സ്റ്റുഡൻറ് ഡോമുകളിലെല്ലാം അപ്ലൈ ചെയ്തെടുക്കുക. ചിലപ്പോൾ നമുക്ക് അപ്പോൾ കിട്ടിയെന്ന് വരില്ല, നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. എന്നിരുന്നാൽ പോലും അപ്പോൾ നമ്മൾ സൈഡായിട്ട് ഒരു പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ് കൂടി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ജർമ്മനിയിൽ വന്നതിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് മാറി നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഇവിടെ ഞങ്ങളുടെ സ്റ്റുഡൻറ് ഹോമിലേക്ക് വന്ന കുറേ കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ബെറ്റർ ചോയ്സ് എപ്പോഴും സ്റ്റുഡൻറ് ഹോം തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ വേഗ ക്ലൈനൻസൈഗ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ കണ്ടുപിടിക്കാനും സാധിക്കും. അതിൽ നമുക്ക് റേറ്റ് കുറഞ്ഞതൊക്കെ നോക്കി നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലും കുറേ തട്ടിപ്പുകളൊക്കെ ഉണ്ട്. അപ്പം മുൻകൂട്ടി പേയ്മെൻ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ വന്നതിന് ശേഷം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇവിടെ ജർമ്മനിയിലുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവർ പോയി റൂമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതോ ആയിരിക്കും കേട്ടോ ബെറ്റർ. കാരണം ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ റൂമിൻ്റെ പേരുകളിൽ. അപ്പാർട്ട്മെൻറ്റ് ഫേക്ക് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കാണിച്ചതിന് ശേഷം നമ്മുടെ ഓൺലൈൻ ടൂറൊക്കെ നടത്തും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ റൂമും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഫ്രണ്ടിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. അങ്ങനെയുള്ള ഫ്രോഡുലൻ്റ് ഇതിൽ പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേഗയുടെയും ക്ലൈനൻസൈഗിൻ്റെയും ആപ്പിൻ്റെ ഇത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ.